ബ്രസീലിൽ നിന്ന് ജപ്പാൻ എതിരാളികളാവുന്നു നോക്കൌട്ടിൽ. ഒരുപക്ഷെ ഒരു ഫൈനൽ പോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി ബ്രസീൽ ആരാധകർ ഈ മത്സരത്തെ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ സൗഹൃദ പോരിൽ ആ ജപ്പാൻ ടീമിനോട് പരാജയപ്പെട്ടതിന്റെ ഒരു കയ്പ് അവർക്കുണ്ട്. പക്ഷേ അതൊരു സൗഹൃദ മത്സരമാണെന്നും പ്രാധാന്യം കുറവാണെന്നും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാമെങ്കിലും അത് ജയം തന്നെയാണ്. എന്തായിരിക്കും ഇന്നത്തെ ബ്രസീലിന്റെ അവസ്ഥ? ബ്രസീലിനെ വിറപ്പിക്കുമോ ജപ്പാൻ നീല സാമുറായികൾ അവർ വീര്യം പുറത്തെടുക്കുമോ? നോക്കാം നമുക്ക് വിശദമായി. സ്വാഗതം ഫുട്ബോളത്തിലേക്ക്. ലോകകപ്പിലെ നോക്കൌട്ടിൽ ബ്രസീലിന് ജപ്പാനെ നേരിടും. പരസ്പരം ഏറ്റുമുട്ടിയ 7 മത്സരങ്ങളിൽ 6ലും ജയിച്ചത് ബ്രസീലിന് ആത്മവിശ്വാസം നൽകുന്നു. അവസാന മത്സരത്തിൽ ജയിച്ചതിന്റെ ബലത്തിലാണ് ജപ്പാൻ ഇറങ്ങുന്നത്. 10:30 ഹ്യൂസ്റ്റണിലാണ് മത്സരം. 5 തവണ ലോക കിരീടം ചൂടിയ ബ്രസീൽ തങ്ങളുടെ 6ാം കിരീടം എന്ന ലക്ഷ്യത്തിലേക്കാണ് ചുവടുവെക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്താണ് കാനറിപ്പട നോക്കൌട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടിയത്. ബ്രസീലിന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ അറ്റാക്കിംഗ് നിരയാണ്. മധ്യത്തിൽ നിന്നുള്ള കൃത്യമായ പാസുകളും വിങ്ങർമാരുടെ മുന്നേറ്റങ്ങളും ഏത് പ്രതിരോധ നിരയെയും തകർക്കാൻ പോകുന്നതാണ്. അതോടൊപ്പം പരിചയസമ്പന്നരായ പ്രതിരോധ താരങ്ങളും ടീമിന് ആത്മവിശ്വാസം നൽകുന്നു. എന്നാൽ പലപ്പോഴും എതിരാളികളുടെ കൗണ്ടർ അറ്റാക്കുകളിൽ ബ്രസീലിയൻ പ്രതിരോധം പതറുന്നതായി കാണാം. ആക്രമണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ഡിഫൻസിൽ വരുന്ന വിടവുകൾ ബ്രസീലിന് വിനയായേക്കാം. നോക്കിയാൽ 2 ടീമും ഏറ്റുമുട്ടിയ 7 മത്സരങ്ങളിൽ 6ലും വിജയം ബ്രസീലിനൊപ്പമായിരുന്നു. എന്നാൽ ചരിത്രമല്ല, ഇപ്പോഴത്തെ ഫോം. 2 ടീമും പരസ്പരം ഏറ്റുമുട്ടിയ അവസാന മത്സരത്തിൽ ബ്രസീലിനെ അട്ടിമറിച്ച് വിജയം നേടിയത് ജപ്പാനായിരുന്നു. ആ ഒരു വിജയം നൽകുന്ന മാനസിക മേധാവിത്വം ജപ്പാന് തുണയാകുമോ എന്ന് കാത്തിരിക്കാം. സൂപ്പർ താരം നെയ്മർ ഇന്ന് കളത്തിൽ കൂടുതൽ സമയം ഉണ്ടാകുമെന്നാണ് ബ്രസീലിയൻ കോച്ചിന്റെ പ്രഖ്യാപനം. It was a good experience for us to know that Japan is a really competitive team. They are one of the best team in the world. They are number 17 in the ranking. They beat England in March, so we have completely totally a full respect of them, and we prepare a game like a final, because it is a final. തീപാർന്നൊരു പോരാട്ടത്തിന് വേദിയാവാൻ പോവുകയാണ് ലോകകപ്പ്. സാമ്പാ നൃത്തച്ചുവടുകളുമായി കാനറികളെ വീഴ്ത്തുമോ എന്ന് കാത്തിരുന്നു കാണാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ റിനോ ആന്റോ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ബ്രസീൽ ആരാധകൻ കൂടിയാണ് റിനോ, സ്വാഗതം. ബ്രസീലിന്റെ ഫാനാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും ബ്രസീൽ ഈ നോക്കൌട്ട് മത്സരത്തിന് ഇറങ്ങുമ്പോൾ റിനോ എന്ന ഫുട്ബോളർക്ക് എങ്ങനെയാണ് നോക്കുന്നത് ഇന്നത്തെ മത്സരം? ജപ്പാൻ എങ്ങനെയൊക്കെയാണ് ബ്രസീലിന് വെല്ലുവിളിയാകാൻ പോവുക? ഭയങ്കര ഡിഫിക്കൽട്ട് മാച്ച് ആയിരിക്കും. കാരണം എല്ലാവരും ഞാൻ നോക്കുമ്പോ ഇപ്പൊ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും നമ്മൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ അറിയാം, എല്ലാവരും ബ്രസീലിനെതിരാ. ബ്രസീൽ തോൽക്കണം. അർജന്റീന ഫാൻസ് കുറെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. അപ്പൊ ബ്രസീൽ തോൽക്കാൻ വേണ്ടി നിൽക്കാം. പക്ഷെ ശരിക്കുള്ള കളി നോക്കുമ്പോഴും നമുക്ക് ഭയങ്കര ടഫായിരിക്കും. പണ്ടത്തെ ജപ്പാനല്ല ഇപ്പോ. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അവരുടെ ഈ പാസുകളും അവരുടെ ഫൈനൽ തേർഡിലേക്ക് വരുന്ന കൗണ്ടർ അറ്റാക്കും ഭയങ്കര ഫാസ്റ്റാണ്. അപ്പൊ ബ്രസീലായാലും ശരിക്കുള്ള കളി അങ്ങോട്ട് വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഈ നെയ്മാറും അവർക്കും വരുമ്പോഴാണ് മിഡ്ഫീൽഡിലൊക്കെയും ആ ഒരു റിതം വരുള്ളൂ. അപ്പൊ എന്തായാലും കുറച്ച് സമയം എടുത്തിട്ടാണ് ഒന്ന് ക്ലിക്കായി വന്നിട്ടില്ല. അപ്പൊ വിനീഷ്യസ് നല്ല ഫോമിലാണ്, ടോപ്പ് സ്കോറർ ആവാനുള്ള ഒരു ഫോമിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നല്ല കളിയായിരിക്കും. എന്താ പറയാ, തീപാറും കളി എന്ന് പറയില്ല നമ്മുടെ നാട്ടില്, അതുപോലെ ആയിരിക്കും. അതെ, ഉറപ്പായിട്ടും തീവാർന്ന കളി തന്നെ അങ്ങനെ ആകണമല്ലോ ബ്രസീലിന്റെ മത്സരം. റിനോ, ഈ കഴിഞ്ഞ മത്സരങ്ങൾ നോക്കുമ്പോൾ ഈ 3 മത്സരത്തിൽ 7 ഗോളുകൾ അടിച്ചു ബ്രസീൽ. ഓരോ മത്സരത്തിലും ബ്രസീൽ മെച്ചമായി വരുന്നു എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ആഞ്ചലോട്ടി എന്ന പരിശീലകന്റെ ഒരു മികവൊക്കെ അദ്ദേഹം ടീമിനെ സെറ്റാക്കി എടുക്കുന്നതൊക്കെ നമുക്ക് പ്രകടമായ തന്നെ കളത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഫൈൻ ട്യൂൺ ചെയ്ത് ഫുൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് ടീമിനെ. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രസീലിന് അവരുടെ ഒരു ശൈലി ഉണ്ടല്ലോ, ആ ശൈലി മറുവശത്ത് ജപ്പാനാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് എത്തുന്ന ഒരു വിങ്ങുകളിലൂടെയുള്ള അതിവേഗ ശ്രമങ്ങൾ, ഇതിനൊക്കെ എന്തായിരിക്കും ആഞ്ചലോട്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു മറുപടി? എങ്ങനെയാണ് അത് നേരിടാൻ പോവുക? ഇപ്പൊ എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉള്ളത് നെയ്മാർ കളിക്കില്ല എന്നാണ്. കാരണം ബ്രസീൽ നമ്മൾ പണ്ട് തൊട്ടേ നോക്കി കഴിഞ്ഞാൽ അറ്റാക്കിംഗ് ഫുട്ബോളിന് അധികം നോക്കണത്. അതായത് ഏറ്റവും നല്ല പ്ലേയേഴ്സ് അവിടുന്ന് സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് വന്നിട്ടുള്ളത് അവിടുന്ന് മാത്രമാണ്. ഇപ്പൊ നമ്മള് വേൾഡ് കപ്പിൽ നോക്കിയാലും ഇപ്പൊ ഭയങ്കര ഫാസ്റ്റ് ഗെയിം.
അതായത് 1 ടച്ച് 2 ടച്ച് ഗെയിമാണ്. അപ്പൊ ബ്രസീലാണെങ്കിൽ പണ്ട് തൊട്ടേ സ്കിൽഫുൾ ഗെയിമാണ്. അപ്പോ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. ആ ഒരു വ്യത്യാസത്തില് ശരിക്കും ഇപ്പം നെയ്മാർ അറിയില്ല കളിക്കുമെന്ന്. കാരണം 15 മിനിറ്റോ 30 മിനിറ്റോ ഒക്കെ ആവും ചിലപ്പോൾ കളിക്കുള്ളൂ. കാരണം ഇഞ്ചറിന്ന് വന്നിട്ടുള്ളൂ. ആൾക്ക് ഫുൾ ടൈം ആയിട്ട് 90 മിനിറ്റ് കളിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇതിൽ മിഡ്ഫീൽഡിലാണ് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ഡിഫൻസിൽ ഇപ്പൊ കുഴപ്പമില്ല. മൊത്തത്തിൽ ഇപ്പോ ബ്രസീൽ ഇപ്പോ പതുക്കെ ഈ പറഞ്ഞ പോലെ പതുക്കെ മാച്ചുകൾ ഇപ്പോ ഫസ്റ്റ് മാച്ച് അത്ര ഫോം ആയില്ല. പക്ഷെ സെക്കൻഡ് മാച്ച് ബെറ്റർ ആയി, തേർഡ് മാച്ച് ബെറ്റർ ആയി, ഇപ്പൊ ക്വാർട്ടർ എത്തി. ഇപ്പോ ഞാൻ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു സ്ലാത്തും പറഞ്ഞത്, ചിലപ്പോ നെയ്മാറിനെ എടുത്ത് വെച്ചേക്കാവുന്നു ഈ ക്വാർട്ടറിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള പോലെ വെച്ചിട്ടില്ല. കാരണം ഇഞ്ചുറി ഒന്നും ഇല്ല എന്ന് പറയണ എല്ലാവരും. കാരണം ആ ഒരു എന്താ പറയാ സംരക്ഷിച്ചു വെച്ചേക്കാം ആൻസലോട്ടി. അവർക്കറിയാം ഈ എക്സ്പീരിയൻസ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഗെയിം ശരിക്കും ഇപ്പൊ ജപ്പാനായിട്ട് വരണേ. പക്ഷെ ജപ്പാൻ ശരിക്കും നോക്കി കഴിഞ്ഞാൽ അവര് ഫസ്റ്റ് കളി തൊട്ടേ, പക്ഷെ അവര് ഗ്രൂപ്പ് സെക്കൻഡ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ. നെതർലാൻഡിന്റെ കളി നമുക്ക് കാണാം 2-2 ഭയങ്കര കളിയായിരുന്നു. അപ്പൊ ആ ഒരു ഇത് നോക്കുമ്പോ അവർക്കും ഇപ്പൊ യൂറോപ്യനിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ പ്ലേയേഴ്സ് ക്യൂബോ ആയാലും കമാഡി ആയാലും കുറെ നല്ല പ്ലേയേഴ്സ് ഇപ്പൊ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഈ ബ്രേക്ക് ത്രൂ ചാനലുകളും അതൊക്കെ അടയ്ക്കണമെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ ബ്രസീലിന്റെ താരങ്ങൾ കഴിയുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇപ്പോൾ റിനോ പറഞ്ഞ പോലെ നെയ്മർ ആണ് ഒരു തുറുപ്പ് ചീട്ട്, ട്രംപ് കാർഡെങ്കിൽ അതിപ്പോൾ ക്വാർട്ടറിലേക്കുള്ള ട്രംപ് കാർഡായിട്ട് നെയ്മർ എത്തുകയാണെന്ന് കരുതുക. എങ്ങനെയായിരിക്കും ആൻസലോട്ടി ആ ടീമിനെ അറേഞ്ച് ചെയ്യുക? ആ ഫസ്റ്റ് 11 ഓൾറെഡി സെറ്റാണ്. ആ ടീമിനെ എങ്ങനെ മാറ്റി കുറിക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമില്ലേ? മാറ്റങ്ങൾ ഉണ്ടാവാൻ വഴിയില്ല. കാരണം ഇപ്പൊ നെയ്മാർ കളിക്കണ്ടെങ്കിൽ നമ്പർ 10 ആയിട്ട് കളിക്കും. അവന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കളിക്കൂ. അപ്പൊ എവിടെയാണ് മാറ്റങ്ങൾ വരാന്ന് നമുക്ക് നോക്കിയിരിക്കണം. കാരണം റഫീന ഇഞ്ചുറി ആയപ്പോ ഇപ്പൊ കൂന വന്നിട്ട് ഗോൾ അടിച്ചു. അപ്പോ പെട്ടെന്നുള്ള ഒരു ചേഞ്ച് മിക്കതും ഫസ്റ്റ് ലെവലിൽ മിക്കതും ഉണ്ടാവില്ല. ചേഞ്ച് ചെയ്യണ്ടെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലായിരിക്കാം. ഫസ്റ്റ് ഹാഫിൽ കളിച്ചാൽ അതൊരു സർപ്രൈസ് ആയിരിക്കാം എല്ലാവർക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഈ സർപ്രൈസ് ഉണ്ടാവോ. കാരണം നെയ്മാറിന് എല്ലാവർക്കും ഇപ്പൊ കഴിഞ്ഞ കളി കളിച്ചിട്ടും 15-20 മിനിറ്റ് കളിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടാക്കിയത് മൊത്തം കളിച്ച ആൾക്കാരായിട്ട് കൂടുതൽ ഇത് നെയ്മാറാണ്. അപ്പൊ ആ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡിന്റെ ഒരു പ്രത്യേകത നെയ്മാറിനുണ്ട്. അപ്പൊ എന്തായാലും ജപ്പാനൊന്ന് ചെറിയൊരു പേടി ഉണ്ടാവും ആ നെയ്മാർ വന്ന ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യണേ. ഓക്കെ, ഇനി ബ്രസീലിന്റെ ഈ മത്സരത്തിൽ ജപ്പാൻ എതിരാളികളായി വരുമ്പോൾ അവിടെ ഒരുപാട് ബ്രസീൽ ആരാധകരുണ്ടാകും. ലോകമെമ്പാടുമുള്ള ആരാധക പിന്തുണയിൽ ഉറപ്പായിട്ടും ജപ്പാനേക്കാൾ പിന്തുണ ബ്രസീലിനായിരിക്കും. ആ സ്റ്റേഡിയത്തിലും അത് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഫാക്ടർ ഏതെങ്കിലും തരത്തിൽ ബ്രസീലിന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ടോ റീനോ? ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങള് ബ്രസീലില് ഇഞ്ചുറി ആയ നെയ്മാറിനെ സെലക്ട് ചെയ്തപ്പോഴുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ല. ലോകത്ത് പോലും അങ്ങനെ ഒരാളും ആദ്യമായിട്ട് ഞാൻ കണ്ട ഇഞ്ചുറി ആയിട്ട് ഇത്ര അധികം ആഘോഷിച്ചത്, അതായത് നെയ്മാർ തിരിച്ചു വരാൻ. അപ്പൊ അതിന്റെ ഒരു മാർക്കറ്റിംഗ് നിങ്ങൾ നോക്കി ചോദിച്ചാൽ ആ ഒരു പ്ലെയറിനെ പറ്റിയിട്ട് ആളുടെ വലുപ്പം, അതായത് അവർക്ക് ഓൾറെഡി അറിയാം നമ്മൾ ക്വാർട്ടർ എത്തും നെയ്മാറിന് ആ സമയത്ത്. അപ്പൊ ആൻസലോട്ട് എടുത്ത് ഭയങ്കര റിസ്ക്കാ. ബ്രസീലിയന്റെ പ്രസിഡന്റ് വരെ പറഞ്ഞില്ലേ, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളെ നെയ്മാറാണ്. അപ്പൊ സ്വന്തം രാഷ്ട്രത്തിൽ നിന്ന് തന്നെ ചില ആൾക്കാര് എതിരുണ്ട്. പക്ഷെ ആ ഒരു വ്യത്യാസം ചിലപ്പോ ഇന്ന് നെയ്മാറിന് ഉണ്ടാക്കാം ആ ഗ്രൂപ്പില്. അപ്പൊ എല്ലാതും മാറി മറിയും. അപ്പൊ നെയ്മാർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാ. ഇപ്പൊ റൊണാൾഡോ, മെസ്സി, അവരെ പോലെ ഒരു ബ്രാൻഡാണ് നെയ്മാർ. ഇവരൊക്കെയും ഈ കൊല്ലം കഴിഞ്ഞ കളി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇവരൊക്കെ ശരിക്കും മിസ് ചെയ്യും. അപ്പൊ ഇവരൊക്കെയും എൻജോയ് ചെയ്യാം ശരിക്കും. കാരണം ഇതൊക്കെ എൻജോയ് ചെയ്യാനാണ് ഈ വേൾഡ് കപ്പിൽ അധികം ആൾക്കാർ വന്നിട്ടുള്ളത്. ഈ ജപ്പാന്റെ ഡിഫൻസ്, ഈ അതിവേഗത്തിലുള്ള അറ്റാക്കുകൾ പറയുമ്പോൾ തന്നെ ജപ്പാന്റെ ഡിഫൻസും സ്ട്രോങ് ആണ്. ഇപ്പോൾ അവർ 7 ഗോൾ സ്കോർ ചെയ്തു. ഈ ജപ്പാന്റെ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ വിനീഷ്യസിനോ അല്ലെങ്കിൽ ക്യൂഞ്ഞയ്ക്കോ ഒക്കെ കഴിയുമോ? മാത്രമല്ല ഇപ്പോൾ റഫീഞ്ഞ പോയപ്പോൾ പകരം വന്ന റയനും നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ കൂടുതൽ ബോക്സിലേക്ക് പന്തെത്തിക്കുക, ആ ഡിഫൻസ് വാൾ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും ബ്രസീലിന്? ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഇപ്പൊ 3 കളിയായിട്ട് 2 ടീമും അപ്പുറത്തും പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ അനലൈസ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി എങ്ങനെ കളിക്കണം, ഇതാ കളിക്കണം. വിനീഷ്യസ് ജൂനിയറിനെയും റയൻ പിടിക്കാനാണ് അധികം നോക്കുക. കാരണം ബ്രസീൽ ഇപ്പൊ വിങ്ങിക്കോടെ മാക്സിമം കട്ട് ചെയ്ത് ഉള്ളിലേക്ക് വരണം. അപ്പൊ ആ ഒരു ഇത് തടയാനായിരിക്കും ജപ്പാൻ നോക്കാം. ഇപ്പൊ ജപ്പാന്റെയും നല്ല പ്ലേയേഴ്സ് ഈ മിഡ്ഫീൽഡിലുള്ളത്, അതും ബ്രസീലിനും കുഴപ്പം. അപ്പൊ എന്താ പറയാ, ഇത് ശരിക്കൊരു വാറായിരിക്കും. കാരണം ഈ കളി ഈ ഡ്രോ ആവാനൊരു ചാൻസും ഇല്ല. നമുക്ക് ജയിച്ചേ തീരും. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ റിനോ ഫുട്ബോൾ ബ്രസീൽ ഫാൻ ആണല്ലോ. റിനോ ഒരു സ്കോർ പ്രഡിക്ഷൻ പറയാമോ? ശരിയാവണമെന്നൊന്നുമില്ല, പ്രഡിക്ഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ
2-1 ബ്രസീൽ. 2-1. ശരി, അത് ബ്രസീൽ 2-1 ജയിക്കും. അതെ. ആരായിരിക്കും ഗോൾ സ്കോറർമാർ? വിനീഷ്യസും നെയ്മാർ ഇറങ്ങി. എനിക്ക് നെയ്മാർ അടിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. സന്തോഷമാണ്, അടിപൊളിയാണ്. ഓക്കെ, ഇനി ഞാൻ ഇന്നത്തെ മറ്റ് ചില മത്സരങ്ങളുടെ കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ്. ജർമ്മനി നെതർലൻഡ്സ് ടീമുകളും ഇന്ന് നോക്കൌട്ട് പോരിന് ഇറങ്ങുകയാണ്. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിക്ക് പരാഗ്വയാണ് എതിരാളി. 2002 ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിലാണ് ലോകവേദിയിൽ ഈ രണ്ട് ടീമും ഏറ്റുമുട്ടിയിട്ടുള്ളത്. അന്ന് മറുപടിയില്ലാത്ത ഒരു ഗോളിന് ജർമ്മനി വിജയിച്ചു. ഫോക്സ്ബോറോയിൽ രാത്രി 2 മണിക്കാണ് മത്സരം. ഇനി രാവിലെ 6:30 അടുത്ത മത്സരം. ജർമ്മനി പരാഗ്വേ മത്സരം കഴിഞ്ഞാൽ അത് നെതർലൻഡ്സും ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയും തമ്മിലാണ്. ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടമായി കണക്കാക്കണം. രണ്ടും ടീമും പരസ്പരം ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിൽ 2 തവണയും ഡച്ച് ടീമിനായിരുന്നു ജയം. 1 തവണ മൊറോക്കോ ജയിച്ചു. മെക്സിക്കോയിലെ മൊണ്ടേറയിലാണ് മത്സരം. അപ്പോൾ മൊറോക്കോ നെതർലൻഡ്സ്, ഒപ്പം ജർമ്മനി പാരഗ്വേ. റിനോ, ആദ്യത്തെ മത്സരത്തെ പറ്റി, ജർമ്മനി പാരഗ്വേ, അതൊരു ഈസി ത്രൂ ആയിരിക്കുമോ ജർമ്മനിക്ക്? ഈസിയാന്ന് പറയുന്നു, പക്ഷെ ഇവരൊക്കെയും ക്വാർട്ടർ എത്തിയിട്ടുള്ള ടീമുകളല്ലേ. അപ്പൊ ക്വാർട്ടർ വരുമ്പോ വ്യത്യാസമായി. ഇപ്പൊ നമ്മൾ ലീഗിൽ കാണുന്നതും ക്വാർട്ടറിൽ കാണുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. പരഗെ കുറച്ച് ജർമ്മനീനെ അപേക്ഷിച്ച് കുറച്ച് വീക്കായ ടീമാണ്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ക്വാർട്ടറിൽ എന്ത് സംഭവിക്കുന്നത്. ഇപ്പൊ നിങ്ങള് 2002 വേൾഡ് കപ്പിൽ ഇറങ്ങിയ ഫ്രാൻസ് എങ്ങനെ പുറത്തേക്ക് കണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക്. അതെ, റൈറ്റ്, ഉറപ്പായിട്ടും. ഇനി എനിക്കൊന്നു ഈ ദിവസത്തെ ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു മത്സരം, അത് മൊറോക്കോ എങ്ങനെ നെതർലൻഡ്സുമായി, ഒരു ആഫ്രിക്കൻ ശക്തിയും ഒരു യൂറോപ്യൻ പവർ ഹൗസും ഏറ്റുമുട്ടുമ്പോൾ എങ്ങനെയുള്ള ഫുട്ബോൾ ആയിരിക്കുമെന്നും എത്തരത്തിലായിരിക്കും അവർ കളത്തിലിറങ്ങുക എന്നൊക്കെ കാത്തിരിക്കണം. കഴിഞ്ഞ തവണ നമ്മൾ എല്ലാവരും കമന്ററി ബോക്സിലേക്ക് ഇരുന്നപ്പോൾ ഖത്തറിൽ വിസ്മയിപ്പിച്ചവരാണ് മൊറോക്കോ. അപ്പോൾ എന്താണ് ആ മൊറോക്കോ നെതർലൻഡ്സ് പോരാട്ടത്തിൽ എക്സ്പെക്ടേഷൻ റീനോ? എൻ്റെ ഒരു ഇതിൽ ഏറ്റവും ടഫായിട്ടുള്ള മാച്ചാണ് ഈ മൊറോക്കോ വേഴ്സസ് നെതർലൻഡ്. കാരണം രണ്ട് ടീമും നല്ല ഫോമില. ആഫ്രിക്കനിലായാലും ബെസ്റ്റ് ടീം ഇപ്പൊ മൊറോക്കോ അൺബീറ്റനിൽ പോയിരുന്ന ഒരു ടീമാണ്. അപ്പോ ആ ഒരു ടീമിനെ അടിക്കാന്ന് പറഞ്ഞാൽ നെതർലൻഡ് ഇപ്പോ ഓൾറെഡി നല്ല സക്സസ് ഉള്ള ഒരു ടീം. ഇപ്പൊ നെതർലൻഡ് ആയാലും നല്ല ഗോൾ സ്കോറിങ്ങും നല്ല ഇതിലും അവരും നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏറ്റവും നല്ല ഗെയിം ശരിക്കും ഇന്നത്തെ ബ്രസീലിനെക്കാട്ടും ആക്ച്വലി ബെറ്റർ ആയിട്ടുള്ള ഒന്നും കൂടി ഗെയിം ഉണ്ടെങ്കിൽ അത് നെതർലൻഡ് വേഴ്സസ് മൊറോക്കോ ആയിരിക്കും. ഉറപ്പായിട്ടും. അതാണ് റീനോ സൂചിപ്പിച്ച പോലെ ഒരു മനോഹരമായിട്ടുള്ള മത്സരത്തിനാണ് വേദിയാകാൻ പോകുന്നത്. നെതർലൻഡ്സും ഒപ്പം മൊറോക്കോയും ഏറ്റുമുട്ടുമ്പോൾ എന്താണ് എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോൾ റിനോ നേരത്തെ ബ്രസീൽ ടീമിന് 2-1 വിജയം പറയുന്നു. ജപ്പാൻ എത്രമാത്രം ശക്തമാണെന്നൊക്കെ അറിയാമെങ്കിൽ പോലും നമ്മൾ ഏറെക്കുറെ ഒരു 70% ആളുകളും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും താങ്ക് യു സോ മച്ച് റിനോ ആൻറ്റോ, ഇന്ത്യൻ ഇന്റർനാഷണൽ കമന്റേറ്റർ റിനോ ആൻറ്റോ ആണ് ഫുട്ബോളത്തിൽ ചേർന്നത്. താങ്ക് യു ഫോർ ജോയിനിങ് അഗെയിൻ. എന്താണെങ്കിലും ലോകകപ്പിൽ നോക്കൌട്ട് മത്സരങ്ങൾ ആവേശകരമായിട്ടുള്ള ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ബ്രസീൽ ജപ്പാനെ നേരിടാൻ പോകുന്നു രാത്രി 10:30. രാവിലെ മൊറോക്കോ നെതർലൻഡ്സ്. ഈ മത്സരത്തിന്റെ ഫലം അതെന്താകുമെന്നുള്ള കാത്തിരിപ്പിലാണ്. നമുക്ക് കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്.
ഫുട്ബോളും തുടരുകയാണ്. മൃഗങ്ങളെ കൊണ്ട് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പ്രവചിക്കുന്നത് അത് ആദ്യമൊന്നുമല്ല. ഇപ്പോഴത്തെ അമേരിക്കയിലെ ടെക്സാസിൽ നിന്നുള്ള ഒരു കൂറ്റൻ കാളയുടെ പ്രവചനം ചർച്ചയാവുന്നുണ്ട്. നോർവേയും ഐവറി കോസ്റ്റും തമ്മിലുള്ള ലോകകപ്പ് മത്സരത്തിൽ ആര് ജയിക്കും എന്ന് പ്രവചിച്ചിരിക്കുകയാണ് കൗബോയ് ഹൗഡിനി എന്ന പേരിലുള്ള ടെക്സസിലെ ലോങ് ഹോൺ ഇനത്തിൽപ്പെട്ട ഒരു കാള. ടെക്സസിലെ ചരിത്രപ്രസിദ്ധമായ ഫോർട്ട് വർത്ത് സ്റ്റോക്ക് യാർഡിലായിരുന്നു കൗതുകമുണർത്തിയ ഈ പ്രവചനം നടന്നത്. നോർവേയുടെയും ഐവറി കോസ്റ്റിന്റെയും പതാകകൾ വെച്ച് 2 ബക്കറ്റുകളിലാണ് കാളയ്ക്കുള്ള ഭക്ഷണം ഒരുക്കിയിരുന്നത്. ഒട്ടും മടിച്ചു നിൽക്കാതെ നോർവേയുടെ ബക്കറ്റാണ് കൗബോയ് ഹൗഡിനി തിരഞ്ഞെടുത്തത്. അതായത് വരുന്ന മത്സരത്തിൽ നോർവേ വിജയിക്കുമെന്നാണ് ഈ കാളയുടെ പ്രവചനം. തങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മിടുക്കനായ കാളയാണ് കൗബോയ് ഹൗഡിനി എന്ന് കാളകളുടെ പരിചാരകയും ട്രയൽ ബോസുമായ ജോർജിയ കാർട്ട്റൈറ്റ്. For our prediction, we chose Cowboy Houdini, who is one of our best steers. He has been studying football. He's up on all of his soccer, and he did choose. Unfortunately, it was not the Ivory Coast. സ്റ്റോക്ക് യാർഡിലെത്തിയ നോർവേ ആരാധകർ പ്രവചനം അനുകൂലമായതിന്റെ ആവേശത്തിലാണ്. പാട്ടുപാടിയും കൈയടിച്ചും കൗബോയ് ഹൗഡിനിയുടെ പ്രവചനം ആഘോഷമാക്കി. ലോകകപ്പ് പ്രമാണിച്ച് കാളകൾക്ക് ഫുട്ബോൾ കളിക്കാൻ നൽകിയിരുന്നു. ആദ്യമൊക്കെ വലിയ ഫുട്ബോൾ കണ്ട് അത്ഭുതപ്പെട്ട കാളകൾക്ക് ഇപ്പോൾ ഹരമാണ് ഫുട്ബോൾ. ടെക്സസിന്റെ പ്രതീകമായ ഈ ലോങ് ഹോൺ കാളകളുടെ ചരിത്രവും ജോർജിയ പങ്കുവയ്ക്കുകയുണ്ടായി. ക്രിസ്റ്റഫർ കൊളംബസ് തന്റെ 2ാമത്തെ സമുദ്രയാത്രയിലാണ് ഈ കാളകളുടെ പൂർവികരെ അമേരിക്കയിൽ എത്തിച്ചത്. പിന്നീട് ഇവിടുത്തെ പ്രാദേശിക ഇനങ്ങളുമായി ചേർന്നുണ്ടായതാണ് നീളൻ കൊമ്പുകളുള്ള ഈ ടെക്സസ് ലോങ് ഹോൺ കാളകൾ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. പ്രിയപ്പെട്ട ടീമിനോടുള്ള ഇഷ്ടം കൂടിയാൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിന് ഉത്തരം കിട്ടില്ല പലപ്പോഴും. ടീമിന്റെ ദേശീയ പതാകയുടെ നിറം വീടിന് പെയിന്റ് ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് പലവട്ടം. ഇനി വീട്ടിലെ പ്ലാവിന്, പേരക്ക, ഇതിനൊക്കെ ഈ മഞ്ഞ നിറം നൽകിയാൽ എന്തായിരിക്കും? എറണാകുളം നെടുമ്പാശ്ശേരിയിലെ മേക്കാട് സാലു പോളിന്റെ വീട്, അത് ഫുട്ബോൾ പ്രേമികൾ ഉറപ്പായിട്ട് ഒന്ന് പോകണം. ഹൗസ് ഓഫ് ബ്രസീൽ, വീടിന്റെ പേരതാണ്. ഹൗസ് ഓഫ് ബ്രസീൽ കണ്ടിട്ടുണ്ടോ? ഇതാണത്. ഇവിടെ മേക്കാട് അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ഒറ്റ നോട്ടത്തിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു വഴിയടയാളങ്ങളിൽ പെട്ടതാണ് ഇവിടെ ഈ സാലിച്ചേട്ടൻ്റെ വീട്. അദ്ദേഹം ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ അക്രമം എന്ന് പറയേണ്ടി വരും. കാരണം ആരാധന എത്രത്തോളമാണ്, അതിൻ്റെ ഒരു പീക്ക് ലെവൽ എന്നെല്ലാം തന്നെ പറയുന്നതാണ്. വീടിന് കഴിഞ്ഞ വർഷങ്ങളായിട്ട്, അതിന് 2014 മുതൽ അദ്ദേഹം വീടിന് ഈ നിറമാണ് ഇവിടെ ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇതിനകത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളെല്ലാം വളരെ രസകരമായ കാഴ്ചകളാണ്. പൂച്ചെട്ടികൾ മാത്രമല്ല, അതിനിപ്പുറത്തേക്ക് വരുമ്പോൾ ഈ പ്ലാവിൻ്റെ ഇലകൾക്ക് വരെ ഈ മഞ്ഞ നിറം പൂശിയിട്ടുണ്ട്. അപ്പുറത്ത് ഒരു പേരയുണ്ട്, അതിന് പൂശിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ കായ്ച്ചെടുക്കുന്ന ചക്ക, ഈ ചക്കയ്ക്കും ഈ നിറമാണ് കൊടുത്തിരിക്കുന്നത്. ഭാഗ്യത്തിന് ഇവിടെയുള്ള വളർത്തു നായ്ക്കളെ എല്ലാം തന്നെ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്, കളർ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേ ബാക്കിയെല്ലാം ഈ ചെടിച്ചട്ടികളെല്ലാം വാങ്ങിച്ചു. അതോടൊപ്പം തന്നെ ഫുട്ബോൾ അതിൻ്റെ ആകൃതിയിലുള്ള ചെടിച്ചട്ടികൾ പറഞ്ഞ് വാങ്ങിപ്പിച്ചു, അവിടെ നിന്ന് വാങ്ങിച്ച്. അദ്ദേഹം ഒരു ട്രാവൽ ഉടമയാണ്. അതിൻ്റെ ഒരു വാഹനങ്ങൾക്കെല്ലാം ഏതാണ്ട് ഈ രീതിയിലെല്ലാം തന്നെ അലങ്കരിച്ചും എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അതിക്രമങ്ങൾക്കെല്ലാം അദ്ദേഹമാണ് ഉത്തരവാദി. സാലിച്ചേട്ടൻ, ഭാര്യ എല്ലാം തന്നെ ഇവരെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബ്രസീൽ ഫാൻസായിട്ട് കട്ടയ്ക്ക് തുടരുന്നതാണ്. ഇതൊക്കെ ആണ് ഇവിടുത്തെ കഴിഞ്ഞ കുറേ നാളുകളായ വിശേഷങ്ങളാണ്. 30 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെയാണ് എല്ലാ വേൾഡ് കപ്പും ആഘോഷം. ബ്രസീലിനൊപ്പം ആഘോഷിക്കുക എന്നുള്ളതാണ്. അതെ, ബ്രസീലാണ് നമ്മുടെ ഫേവറേറ്റ് ടീം. ബ്രസീലിന്റെ വിജയവും ആഘോഷിക്കുക, നല്ല കളിയെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ? ഇതിനൊപ്പം തന്നെ ഇവിടെ ആളുകൾക്ക് ഇന്ന് കളി കാണുന്നതിനുള്ളൊരു വലിയ സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് വന്ന്, ഒത്തിരി ആൾക്കാർ, ഇവിടെ ഗ്രാമപ്രദേശമാണ്, അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് കളി കാണും. എല്ലാ ഫാൻസുകാരും വന്ന് കളി കാണും.
വർഷങ്ങളായിട്ട് നിറമല്ല ഇത് തന്നെ, ഇത് തന്നെയാണ് വീട് പണിതപ്പോൾ തൊട്ടുള്ള നിറം ഇത് തന്നെയാണ്. മാറ്റണമെന്ന് തോന്നിയിട്ടില്ല ചേച്ചി? ഇല്ല ഇല്ല ഇല്ല, ഇഷ്ടമാണ്, കളി ഇഷ്ടമാണ്, ബ്രസീലിനോടുള്ള ഇഷ്ടം, അതായത് ബ്രസീൽ ടീമിനോടുള്ള ആരാധനയാണ് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ വീടിന് പച്ചയും മഞ്ഞയും കളറടിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറിയത്. ഇന്ന് വരെ ഇത് മാറ്റണമെന്ന് തോന്നിയിട്ടില്ല. ബ്രസീൽ കഴിഞ്ഞ അടുത്ത കളിയിലൊക്കെ ചില ഫോമൗട്ടൊക്കെ ആകുമ്പോഴേക്കും സങ്കടം തോന്നാറില്ല? ചില സങ്കടമൊക്കെ വരും. പഴയകാല പ്രതാപമൊന്നും ഇപ്പം ഇല്ല, എന്നാലും പുതിയ ഇതിന് മാറ്റമൊന്നും ഇല്ല 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 ഇല്ല, മാറിയില്ല. ഈ ഫുട്ബോൾ ആകൃതിയിലുള്ള ചട്ടികളൊക്കെ ഇത് നമ്മൾ മണ്ണുത്തിയിൽ ഒരു കമ്പനി ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. മണ്ണ് ചട്ടി ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അവരോട് പറഞ്ഞു അവരപ്പോൾ മഞ്ഞയും പച്ചയും ഏത് കളർ വേണമെങ്കിലും അവർ അടിച്ചു തരും. മഞ്ഞയും പച്ചയും ഇത് പുറത്ത് പോകുമ്പോഴേക്കും ഇത് നോക്കി നോക്കും, ഇവിടെ കൊണ്ടുവന്ന് ബ്രസീലാക്കാൻ പറ്റിയ എന്തൊക്കെയാണ്? അതെ അതെ, പച്ചയും മഞ്ഞയും കളറിൽ എന്ത് കണ്ടാലും നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും, അപ്പോൾ നമ്മൾ മേടിക്കാൻ പറ്റാണ്. അതിൽ ഈ ആളുകളൊക്കെ ഇവിടെ അറിയപ്പെടുന്നത് തന്നെ ബ്രസീലിനാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ നമ്മുടെ മേക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു അടയാളാണ് ഹൗസ് ഓഫ് ബ്രസീൽ. മിക്കവാറും എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരും, വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ, സ്വിഗ്ഗി കൊണ്ടുവരുമ്പോഴൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു പേരാണ് ഹൗസ് ഓഫ് ബ്രസീൽ. ഞങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അതെ, ഞങ്ങൾ ഹൗസ് ഓഫ് ബ്രസീലിന്റെ അടുത്തുണ്ടെങ്കിൽ അങ്ങോട്ട് വരണമെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും ഇന്ന റൂട്ടാന്ന് പറയും. പിന്നെ പിള്ളേർക്കൊക്കെ ഒരു വലിയൊരു ആവേശമാണത്. കാരണം ഞാൻ ഫുട്ബോൾ കളിക്കായിരുന്നു. ചെറിയ തലമുറയ്ക്ക് ഫുട്ബോൾ കളിക്കാനുള്ള നമ്മൾ ജേഴ്സിയൊക്കെ കൊടുത്ത് അങ്ങനെ പിള്ളേർ ചെറിയ ടീമൊക്കെ നമുക്ക് കൂടെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ പിള്ളേർക്ക് വലിയൊരു ആവേശമാണ്. ഫുട്ബോളിലേക്ക് പിള്ളേരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതെ അതെ, ഫുട്ബോൾ കളിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അതിന് നമുക്ക് ലാറ്റിൻ അമേരിക്കൻ ശൈലിയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ബ്രസീലിനെ ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ കളി കണ്ട കാലഘട്ടം സോക്രട്ടീസ്, സീക്കോ, റൊണാൾഡീഞ്ഞോ തൊട്ട് ആ കാലഘട്ടത്തിൽ അന്നോട്ടാണ് നമുക്ക് ഈ ആരാധന വന്നത്. മെസ്സി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ മെസ്സിയാണ്. ഒരു ടോട്ടൽ പ്ലെയർ എന്ന് പറഞ്ഞാൽ മെസ്സിയാണ്. പക്ഷേ ഒരു സ്കില്ലുള്ള കൂടുതലുള്ള പ്ലെയർ നെയ്മർ ആയിരിക്കാം, അല്ലെങ്കിൽ റൊണാൾഡോ പവർ പ്ലേ ആയിരിക്കാം. പക്ഷേ ടോട്ടൽ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ എനിക്ക് മെസ്സിയാണ്. ഇപ്പോൾ നിലവിൽ അടുത്തുകൂടി ആളുകളെല്ലാം പോകുമ്പോഴേക്ക് ഇവിടെ ഇത് കണ്ട് തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അതൊരു സന്തോഷമാണോ? കാരണം ഇത് കുറച്ച് നാളായിട്ട് ഓൺലൈനും കാര്യങ്ങളെല്ലാമായിട്ട് വലിയ പോകുമ്പോഴേക്കും ഈ എടുക്കുന്ന എഫർട്ടിന് ഒരു അംഗീകാരം കിട്ടും. അതെ അതെ, തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. ഒരുപാട് ആൾക്കാരെ ഒരുപാട് അകലെന്നൊക്കെ കാണാറുണ്ട്. ഫാമിലി ആയിട്ട് ജേഴ്സി കിട്ടി ഇവിടെ വന്ന് ഇതൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കും, നമ്മുടെ ഒപ്പം ഒന്ന് ഫോട്ടോ എടുക്കും. അതൊക്കെ നമ്മൾ വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത്. തീർത്ഥാടന കേന്ദ്രമായിട്ട് ആരാധന മാറിയിട്ടുണ്ട്. തീർത്ഥാടന കേന്ദ്രം അല്ല, ഒരു സ്പോർട്സ് കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. ക്ലബ്ബാണോന്ന് ചോദിച്ചിട്ടുണ്ട് പലരും. വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇത് ക്ലബ്ബാണോ, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പാർക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് വലിയ സന്തോഷമാണ് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു സമയമായിട്ട് മാറുന്നു. ഈ ഫുട്ബോൾ ലോകകപ്പൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണ് പൊതുവിലല്ലേ? അതെ അതെ, ആഘോഷകാലം എത്തിയെന്നുള്ള. അതെ, നമ്മളാ 4 വർഷം ഒന്നും വരാൻ വേണ്ടി ഇങ്ങനെ നോക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഒരു റോജ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളി ഫുട്ബോളിൻ്റെ, പുള്ളിയാണ് ഇതൊക്കെ വരച്ച് നമുക്ക് തരുന്നത്. എല്ലാ വർഷമായിട്ട് പുതിയ തന്നെ വരച്ച് തരുന്നത്. അപ്പോൾ ഈ വീട് പണിതപ്പോൾ എൻ്റെ കോൺട്രാക്ടർ സുഹൃത്തായിരുന്നു. പുള്ളി എന്നോട് ചോദിച്ചു, ചേട്ടൻ എൻ്റെ പെൺപിള്ളേരായത് നന്നായി, ആൺപിള്ളേരാണെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് വലിയ തന്നെ എടുത്താൽ മാസത്തിലുള്ളൂ. ഞാനിങ്ങനെ ഐഡിയയൊക്കെ മതിലൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നേരത്തെ പറഞ്ഞു വെച്ചായിരുന്നു. അവർക്ക് ഇഷ്ടം കേട്ടോ, പിള്ളേർക്ക് ഇഷ്ടമാണ്, മക്കൾക്കും രണ്ടുപേർക്കും ഇത് ഇഷ്ടമാണ്. അപ്പം ചെയ്യുന്നതിനോട് ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ഫോട്ടോസും ഫുട്ബോളും ഇതൊക്കെ ഇങ്ങനെ തന്നെ വെച്ചേക്കും? അതിങ്ങനെ തന്നെ വെച്ചേക്കും, അതൊന്നും മാറ്റില്ല. ഇനി അടുത്ത 4 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പെയിന്റ്, ഈ പച്ചയും മഞ്ഞയും തന്നെ പെയിന്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ആ പ്ലേയേഴ്സൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് മാറ്റി വെക്കും. അത്ര നാൾ ഇത് ഉണ്ടാവും. ഇത്തവണ കപ്പ് ഉയർത്താൻ അതിനപ്പുറം വേറൊന്നും ഇല്ല. കപ്പ് ഉയർത്താനുള്ള എല്ലാ പ്രതിഭകളുള്ള കളിക്കാരുണ്ട് ഒത്തിരി. പക്ഷേ പിന്നെ ഈ ഫുട്ബോളാണല്ലോ, അതിനകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്തായാലും നല്ല കളി കളിക്കട്ടെ എന്ന് വിചാരിക്കാം. ജപ്പാനായിട്ടാണ് അടുത്ത കളി, നല്ല ഗെയിമായിരിക്കും. ആരെയും ഫുട്ബോൾ ജയിക്കട്ടെ. അതെ, അത്രേ ഉള്ളൂ. ഫുട്ബോൾ ജയിക്കട്ടെ. നല്ല കളി നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ആരായാലും. കളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഇവിടെ ഇരുന്ന് രസകരമായിട്ട് അതായത് ചെറിയ കുട്ടികൾ തുടങ്ങി വലിയ കുട്ടികൾ വരെയും, പെൺകുട്ടികളും ആൺകുട്ടികളും, അത് എല്ലാവരുടെയും ഒന്നിച്ചിരുന്ന് കളി കണ്ട് രസിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറും ഇത്. ഏതായാലും അനിശ്ചിതത്വങ്ങളുടെ ആഘോഷമാണ് പലപ്പോഴും ഈ ഫുട്ബോൾ മത്സരം എന്നെല്ലാം പറയും. പ്രത്യേകിച്ച് ലോക ടീമുകളെല്ലാം മാറ്റുരയ്ക്കുമ്പോൾ അവസാന നിമിഷം വരെ നമ്മൾ ഒരിക്കലും മറക്കില്ല പോയ വർഷത്തെ ലോകകപ്പ് ഫൈനലിൽ ശ്വാസം അടക്കി ഇപ്പോഴും അതിൻ്റെ ഹൈലൈറ്റ്സ് ഇപ്പോഴും അങ്ങനെ തന്നെ കാണാൻ കഴിയും. ഏതായാലും അത്തരം ആഘോഷങ്ങൾ എല്ലാം തന്നെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ടീമിനോടുള്ള ഇഷ്ടങ്ങൾ ഈ രീതിയിൽ പ്രകടമാക്കുമ്പോൾ ഇവിടെ ചേട്ടൻ പറയുന്നത് പോലെ ഫുട്ബോൾ ജയിക്കട്ടെ എന്നതാണ് ആകെ അതിൻ്റെ ഒരു സന്തോഷം. അതാണ് ആ ഒരു സ്പിരിറ്റ് നിലനിർത്തുക, വരും തലമുറയെ ഈ കായികത്തിൻ്റെ ലഹരിയിലേക്ക് നയിക്കുക എന്നതെല്ലാം തന്നെയാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. അപ്പോൾ സാലച്ചൻ ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ബ്രസീൽ ആരാധകർക്ക് ആശങ്കയുടെയും ഒപ്പം ആകാംക്ഷയുടെയും ഒക്കെ രാത്രിയാണ്. ജപ്പാൻ എങ്ങനെ ബ്രസീലിനെ നേരിടുമെന്നൊക്കെ കാത്തിരിക്കാം. ഫുട്ബോളം ഈ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും ചേരും രാവിലെ 7:40. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.